ഹായ് ഓൾ, വെൽക്കം ടു എനസ്റ്റ് അക്കാദമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ആണ്. സോ ഇന്ന് നമ്മുടെ സിലബസിൽ നമുക്കുള്ളത് അതിൽ ഓരോ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറീസ് ആണ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലാംഗവൈൻസ് തിയറി ഓഫ് ഡയാമാഗ്നറ്റിസം ആണ്. സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാംഗവൈൻസ് ക്ലാസിക്കൽ തിയറി ഓഫ് ഡയാമാഗ്നറ്റിസം. സോ എന്താ ഡയാമാഗ്നറ്റിസം നമുക്കറിയാം. ഇറ്റ് ഈസ് ഒക്യുറൻസ് ഓഫ് നെഗറ്റീവ് സസെപ്റ്റബിലിറ്റി അല്ലെ. ഡയാമാഗ്നറ്റിസത്തിനാണ് സസെപ്റ്റബിലിറ്റി നെഗറ്റീവ്. ആൻഡ് മാഗ്നറ്റൈസേഷൻ നമ്മൾ പറഞ്ഞു. നെറ്റ് മാഗ്നറ്റൈസേഷൻ മാഗ്നറ്റിക് മൊമെന്റ് ഇൻട്രിൻസിക് ഡൈപോൾ മൊമെന്റ് ഇല്ല. പക്ഷെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ അവിടെ മാഗ്നറ്റിക് ഡൈപോൾസ് ഡെവലപ്പ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ കൊടുക്കുന്ന ഫീൽഡ് എങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദ ഫീൽഡ് ആണ് അവിടെ മാഗ്നറ്റൈസേഷൻ ഉണ്ടാകുന്നത്. സോ മാഗ്നറ്റൈസേഷൻ എം ഈസ് ആന്റി പാരലൽ ടു ദ ഫീൽഡ്. ദിസ് ഈസ് സംവാട്ട് സിമിലർ ടു നമ്മൾ ഡീപോളറൈസേഷൻ ഫീൽഡ് പഠിച്ചില്ലേ. അതിന് സിമിലർ ആണ്, പക്ഷെ അനലോഗസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഈ നെഗറ്റീവ് സസെപ്റ്റിബിലിറ്റിക്ക് ഒരു എന്തില്ല, ഒരു മാഗ്നറ്റിക് കൗണ്ടർ ഇലക്ട്രിക്കൽ കൗണ്ടർ പാർട്ട് ഇല്ല. പക്ഷെ നമുക്ക് പറയാം ഇറ്റ് ഈസ് വേഗ്ലി അനലോഗസ് ടു ദ ഡീപോളറൈസേഷൻ ഫീൽഡ്. ഡീപോളറൈസേഷൻ ഫീൽഡ് അങ്ങനെ സംഭവിക്കുക, നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ ഫീൽഡിനെ ഓപ്പോസ് ചെയ്തുകൊണ്ടാണ്, എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിനെ ഓപ്പോസ് ചെയ്തുകൊണ്ടാണ് ഡീപോളറൈസേഷൻ ഫീൽഡ് സബ്സ്റ്റൻസിന്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്നത്. അതുപോലെയാണ് ഇവിടെ നെറ്റ് മാഗ്നറ്റൈസേഷൻ ഓപ്പോസിറ്റ് വരുന്നത്. സോ ദിസ് ഈസ് ഡ്യൂ ടു ദ ലെൻസ് ലോ. ലെൻസ് ലോ എന്താന്ന് ഓർമ്മയുണ്ടോ? അതായത് ഒരു മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് സംഭവിക്കുമ്പോൾ കറണ്ട് ഈസ് സെറ്റപ്പ് ഇൻ എ വേ ദാറ്റ് വിറ്റ് ഓപ്പോസസ് ദ ഫ്ലക്സ് ചേഞ്ച്. ഫ്ലക്സ് ചേഞ്ചിനെ ഓപ്പോസ് ചെയ്യുന്ന രീതിയിലാണ് എന്ത് സംഭവിക്കുക, അവിടെ കറണ്ട് സെറ്റപ്പ് ചെയ്യുക. നമ്മള് അതായത് ഇപ്പോ ഇവിടെ ഒരു നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാല്, സോ ഈ കോയിലിന്റെ അടുത്തേക്ക് നമ്മളൊരു ബാർ മാഗ്നറ്റിനെ കൊണ്ടുവരികയാണ് നോർത്ത് സൗത്ത്. സോ അവിടെ ഒരു ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട് അല്ലെ. നോർത്ത് ഉള്ളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ഫ്ലക്സ് ചേഞ്ചിനെ അവിടെ ഓപ്പോസ് ചെയ്യണം. അതായത് ഈ നോർത്തിനെ അത് റിപ്പൽ ചെയ്യണം. അപ്പൊ ഇവിടെ എന്ത് ഡെവലപ്പ് ചെയ്യും, ഇവിടെ സൗത്ത് പോൾ ഡെവലപ്പ് ചെയ്യണം. സോ അവിടെ കറണ്ട് ക്ലോക്ക് വൈസിൽ ഫ്ലോ ചെയ്യും. നമ്മള് സൗത്ത് ആണ് കൊണ്ടുവന്നെങ്കിൽ നേരെ തിരിച്ചു. സോ അങ്ങനെ. അപ്പൊ ആ ഫ്ലക്സ് ചേഞ്ചിനെ ഓപ്പോസ് ചെയ്യുന്ന രീതിയിലാണ് അവിടെ ഒരു കറണ്ട് സെറ്റപ്പ് ചെയ്യുന്നത്. സോ അതുമൂലമാണ് ഇവിടെ എന്തുണ്ടാവുന്നത്, ആ നെഗറ്റീവ് സസെപ്റ്റബിലിറ്റി ഉണ്ടാവുന്നത്. ഇറ്റ് ഈസ് ഡ്യൂ ടു ലെൻസ് ലോ. ഡ്യൂ ടു ലെൻസ് ലോ എന്നല്ലാതെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ലെൻസ് ലോ ആണ്. സോ നമുക്കൊരു ബോർ മോഡൽ ഓഫ് ആറ്റം കൺസിഡർ ചെയ്യാം. അതായത് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന ഒരു ഇലക്ട്രോൺ. സോ ഈ ഓർബിറ്റ് എക്സ് വൈ പ്ലെയിനിലാണ്. ഇത് എക്സ്, ഇത് വൈ. നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു, ലെറ്റ് ഇറ്റ് ബി ഇൻ ദ ഇസഡ് ഡയറക്ഷൻ. മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലാണ്? ഇസഡ് ഡയറക്ഷനിലാണ്. സോ നമ്മളിവിടെ എം എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ മാസ് ആണ്. മാസ് ഓഫ് ഇലക്ട്രോൺ മൈനസ് ഇ ആണ് ഇലക്ട്രോണിന്റെ ചാർജ്. ആൻഡ് ആറ് ഇതിന്റെ റേഡിയസ് ആണെന്നിരിക്കട്ടെ. ആറ് ഇതിന്റെ റേഡിയസ് ആണ്. സോ ഇവിടെ ഒരു എക്സ്റ്റേണൽ ഫീൽഡ് ഇല്ലെങ്കിൽ, ഇൻ ദ ആബ്സെൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഫീൽഡ്, നമ്മുടെ ഇലക്ട്രോൺ ഇങ്ങനെ റിവോൾവ് ചെയ്യാണ് അല്ലെ. ഇലക്ട്രോൺ റിവോൾവ് ചെയ്യാണ്. സോ അവിടെ എന്തുണ്ടാകും, അതിനൊരു സെൻട്രിപീറ്റൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും അല്ലെ. കാരണം ഇവിടെ ന്യൂക്ലിയസ് ഉണ്ടല്ലോ. സോ ദർ ഇസ് എ സെൻട്രിപീറ്റൽ ഫോഴ്സ് ടുവേർഡ്സ് ദ സെന്റർ. സോ നമുക്കിപ്പോ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഫീൽഡ്, സെൻട്രിപീറ്റൽ ഫോഴ്സിനെ F0 എന്ന് എഴുതാം. F0 is equal to mv²/r. എന്താണ് mv²/r? v ഈക്വൽ ടു r ഒമേഗയാണ്. ഒമേഗ എന്ന് പറയുമ്പോൾ ആംഗുലർ ഫ്രീക്വൻസി. അപ്പൊ നമുക്കിതിനെ m ω02r എന്ന് വേണമെങ്കിൽ എഴുതാം. v ഈക്വൽ ടു r ഒമേഗയാണ്. ഓക്കെ. ഇപ്പൊ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തു ഇൻ ദി ഇസഡ് ഡയറക്ഷൻ. അപ്പോ അവിടെ എന്തുണ്ടാകും, അവിടെ ഒരു മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഉണ്ടാകും അല്ലെ.
ലോറൻസ് ഫോഴ്സ് എന്താ? ക്യൂ വി ബി സൈൻ തീറ്റ, ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. അപ്പോ ഒരു ലോറൻസ് ഫോഴ്സ് ഉണ്ടാവും വിച്ച് ഈസ് എവേ. നിങ്ങൾ ഇതിന്റെ ഡയറക്ഷൻ റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് നോക്കിയാൽ മതി. വിച്ച് ഈസ് എവേ ഫ്രം ദി സെന്ററിൽ നിന്ന് ദൂരത്തേക്കാണ്. സെൻട്രിപിറ്റൽ ഫോഴ്സ് ടുവേർഡ്സ് സെന്റർ ആണ്. ലോറൻസ് ഫോഴ്സ് എവേ ഫ്രം ദ സെന്റർ ആണ്. സോ when there is a field, അവിടെ ഒരു മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട് വിച്ച് ഈസ് ഗിവൺ ബൈ, നമുക്ക് അതിനെ എഫ് എൽ എന്ന് എഴുതാം. ഇക്വേഷൻ എന്താ? ക്യൂ ഇൻറ്റു വി ക്രോസ് ബി എന്നുള്ളതാണ് അല്ലെ, ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. സോ ഇവിടെ നമുക്ക് ക്യൂവിന് പകരം മൈനസ് ഇ ഇൻറ്റു വി ക്രോസ് ബി. അപ്പോ വി ബി സൈൻ, നോക്കിക്കേ ഇതാണ് ഇലക്ട്രോണിന്റെ മോഷൻ എക്സ് വൈ പ്ലെയിനിലും ബി എന്ന് പറയുന്നത് വെലോസിറ്റി എക്സ് വൈ പ്ലെയിനിലും ബി സെഡ് പ്ലെയിനിലും ആണ്. അപ്പോൾ സോ ആംഗിള് 90 ഡിഗ്രി ആണ്, സൈൻ 90. സോ നമുക്ക് അവിടെ എന്ത് വരും? മൈനസ് ഇ വി ബി വരും അല്ലേ. ഈ വിക്ക് പകരം നമുക്ക് ആർ ഒമേഗ എന്ന് കൊടുക്കാം. അപ്പോ മൈനസ് ഇ വി ബി ആർ ഒമേഗ എന്ന് എഴുതാം. ഓക്കെ, വിക്ക് പകരം നമ്മൾ ആർ ഒമേഗ എന്ന് നമ്മൾ കൊടുത്തു. ഇവിടെ നമ്മൾ ഫ്രീക്വൻസി ഒമേഗ 0 എന്നാണ് ഇപ്പോ ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫ്രീക്വൻസി ഒമേഗ എന്നാണ് നമ്മൾ എടുത്തത്. സോ ഈ ചേഞ്ച് ഇൻ നെറ്റ് ഫോഴ്സ് കാരണം അവിടെ ചേഞ്ച് ഇൻ ആംഗുലാർ ഫ്രീക്വൻസിയും ഉണ്ടാവും. അതായത് ഒമേഗ 0യിൽ നിന്ന് ആ ഫ്രീക്വൻസി ഇങ്ങോട്ട് മാറി ഒമേഗയിലേക്ക് മാറി. ഇവിടെയുള്ള നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എഫ് നെറ്റ്. നമ്മുടെ സെൻട്രിപീറ്റൽ ഫോഴ്സ് ഉണ്ട് പ്ലസ് എഫ് എല്ലും ഉണ്ട്. എഫ് നെറ്റ് എന്ന് പറയുമ്പോൾ ഒമേഗയാണ് അവിടുത്തെ വെലോസിറ്റി എങ്കിൽ നമുക്കതിനെ എം ഒമേഗ 0 സ്ക്വയർ ആർ, എം ആർ ഒമേഗ 0 ഒമേഗ സ്ക്വയർ എന്ന്, ഒമേഗ 0 അല്ല ഒമേഗ സ്ക്വയർ എന്ന് എഴുതാം. സോ ഫ്രീക്വൻസി ഒമേഗ 0 ടു ഒമേഗ ചേഞ്ച് ആയെന്നാണ് നമ്മൾ പറഞ്ഞത്. F0 ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഉള്ള സെൻട്രിപീറ്റൽ ഫോഴ്സ് ആണ് വിച്ച് ഈസ് എം ഒമേഗ 0 സ്ക്വയർ ആർ. ഇവിടെയോ വിച്ച് ഈസ് മൈനസ് ഇ ബി ആർ ഒമേഗ. ഇതൊന്ന് ഞാൻ റീഅറേഞ്ച് ചെയ്ത് എടുക്കുമ്പോൾ എനിക്കിതിനെ ഇങ്ങനെ എഴുതാം: എം ആർ ഒമേഗ സ്ക്വയർ പ്ലസ് ഇ ബി ആർ ഒമേഗ മൈനസ് എം ഒമേഗ 0 സ്ക്വയർ ആർ ഇസ് ഈക്വൽ ടു 0. ഞാൻ ഒരു എം ആർ വെച്ച് ഫുള്ള് ഡിവൈഡ് ചെയ്യുവാണ്. അപ്പോൾ എന്ത് വരും? ഡിവൈഡിങ് വിത്ത് എം ആർ വെച്ച് ഡിവൈഡ് ചെയ്യാണ്. സോ ഇവിടെ ഒമേഗ സ്ക്വയർ പ്ലസ് ഇ ബി ബൈ എം ഒമേഗ മൈനസ് ഒമേഗ 0 സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. സോ ഇപ്പൊ നമുക്കൊരു ഇക്വേഷൻ കിട്ടി ഇൻ ടേംസ് ഓഫ് ഒമേഗ. ഇത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി അല്ലേ. സോ ഇതിന്റെ സൊല്യൂഷൻ, ഇത് ഒമേഗ സ്ക്വയർ ഉണ്ട്, ഒമേഗ ദിസ് ഇസ് എ കോൺസ്റ്റന്റ്. സോ ഈ ഒമേഗ സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1, ഇവിടെ ബി എന്ന് പറയുന്നത് എന്താ? ഇ ബി ബൈ എം, സി ഈസ് മൈനസ് ഒമേഗ 0 സ്ക്വയർ. ഓക്കെ, സോ ഇതിന്റെ സൊല്യൂഷൻ നമുക്ക് ഒമേഗ ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഇതിലിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. സോ വി ഗെറ്റ് ഒമേഗ ഈക്വൽ ടു ബിയുടെ സ്ഥാനത്ത് ഇ ബി ബൈ എം ആണ് ഉണ്ടായിരുന്നത്. സോ മൈനസ് ഇ ബി ബൈ എം പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതിന്റെ സ്ക്വയർ വരും അല്ലേ. ഇപ്പൊ ഇ ബി ബൈ എം സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ 1 ആണ്, സി ഈസ് മൈനസ് ഒമേഗ 0 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2a ആണ്. സോ ഇത് ഓൾ ഡിവൈഡഡ് ബൈ 2 ആണ് വരേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ 2 കൊടുത്തു, ഇവിടെ പ്ലസ് ഓർ മൈനസ് ഉണ്ടല്ലോ, ആൻഡ് ഇവിടെ 2 കൊടുത്തു. ഓക്കെ, സോ ഇത് ജസ്റ്റ് ഒന്ന് നമുക്കൊരു റീഅറേഞ്ച്മെന്റ് ആണ് ഇവിടെ നടക്കുന്നത്.
So here comes minus EB by 2m plus or minus root of ഞാൻ ഇതിനെ E square B square by m plus 4 omega 0 square എന്ന് വരും ഡിവൈഡ് ബൈ 2. ഓക്കെ, ഞാൻ ഈ ഒരു ടേമിൽ നിന്ന് 4 ഔട്ട്സൈഡ് എടുക്കുമ്പോൾ 4 ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ 4 അവിടെ പോകും അല്ലേ? ആൻഡ് ഇവിടെ ഒരു 4 ഇല്ല, അപ്പൊ ഒരു ഡിവൈഡ് ബൈ 4 വരും. ഓക്കെ, ഈ 4 പുറത്ത് വരുമ്പോൾ റൂട്ടിന്റെ പുറത്ത് വരുമ്പോൾ അത് 2 ആവില്ലേ? ആ 4 റൂട്ടിന്റെ പുറത്ത് വരുമ്പോൾ അത് 2 ആകും. So this 2 and 2 get cancels. So we get minus EB by 2m plus or minus ഇതിന് നമുക്ക് EB by 2m the whole square എന്ന് കൊടുക്കാം plus omega 0 square the all raised to 1 by 2 അല്ലെങ്കിൽ റൂട്ട്. ഓക്കെ, ഇനി ഇവിടെ നമ്മളിവിടെ പറയുന്ന കണ്ടീഷൻ ഇതാണ്. ഇഫ് omega 0 is very very greater than EB by 2m. ഈ EB by 2m-നെക്കാട്ടും വളരെ വലുതാണ് ഒമേഗ 0 എങ്കിൽ നമുക്ക് ഈ റൂട്ടിന്റെ ഉള്ളിൽ കിടക്കുന്ന EB സ്ക്വയർ ബൈ 2m എന്നുള്ള ഈ ടേമിനെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. എന്ത് ചെയ്യാം? ക്യാൻ നെഗ്ലക്ട് EB by 2m സ്ക്വയർ. സോ നമുക്ക് ഒമേഗ ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഒമേഗ ഇസ് ഈക്വൽ ടു പുറത്തുള്ള മൈനസ് EB by 2m പ്ലസ് ഓർ മൈനസ് ഈ ടൈമിനെ നമ്മൾ നെഗ്ലക്ട് ചെയ്തു, ബാക്കി ഒമേഗ 0 സ്ക്വയർ റൈസ് ടു 1 by 2. സോ വിച്ച് ഈസ് ഒമേഗ 0. ഒമേഗ 0 ആണ് ഇനിഷ്യലി ഉണ്ടായിരുന്ന ഫ്രീക്വൻസി, ഒമേഗ ഇപ്പോഴത്തെ ഫ്രീക്വൻസി ആണ്. സോ ഒമേഗ ഈക്വൽ ടു ഒമേഗ 0 പ്ലസ് ഓർ മൈനസ് ഒമേഗ 0 മൈനസ് EB by 2m. ദിസ് മൈനസ് EB by 2m-നെ നമ്മൾ വിളിക്കാണ് ഒമേഗ എൽ എന്ന്. എന്ത് വിളിച്ചു? ഒമേഗ എൽ, വിച്ച് ഈസ് EB by 2m. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രിസിഷണൽ ഫ്രീക്വൻസി. Precisional frequency or Larmor frequency. Okay, so omega equal to plus or minus omega 0 minus omega n. Okay, plus or minus omega 0 minus omega n. So ഈ plus or minus sign indicate ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ if ഇലക്ട്രോൺസിന്റെ ഓർബിറ്റൽ മൊമെന്റ് ഫീൽഡിന് പാരലൽ ആണെങ്കിൽ, ഓർബിറ്റൽ മൊമെന്റ് പാരലൽ ടു ഫീൽഡ് ആണെങ്കിൽ ഒമേഗ ബിക്കം ഒമേഗ 0 മൈനസ് ഒമേഗ എൽ. അപ്പൊ അവിടെ പ്ലസ് ഒമേഗ 0 വരും, പ്ലസ് ഒമേഗ 0 മൈനസ് ഒമേഗ എൽ. അപ്പൊ അതെന്താകും? സ്ലോ ഡൗൺ ആകും. കുറയല്ലേ ചെയ്യുന്നേ? സ്ലോ ഡൗൺ ആകും. ഇഫ് ഓർബിറ്റൽ മൊമെന്റ് ആന്റി പാരലൽ ആണെങ്കിൽ, ഫീൽഡിന് ആന്റി പാരലൽ ആണെങ്കിൽ, സോ അവിടെ ഒമേഗ 0 മൈനസ് ഒമേഗ 0 ആകും. സോ ഒമേഗ ഈക്വൽ ടു മൈനസ് ഒമേഗ 0 മൈനസ് ഒമേഗ എൽ. അതായത് അത് സ്പീഡഡ് അപ്പ് ആവും, സ്പീഡഡ് അപ്പ് ബൈ സം എമൗണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ലാമോർ ഫ്രീക്വൻസി. സോ ഈ ലാമോർ ഫ്രീക്വൻസി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇത്രയും പറഞ്ഞു തന്നത്, ഇത്രയും ഡെറിവേഷൻസ് നമ്മൾ പറഞ്ഞത്. സോ ഇവിടെ ഒരു ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ഉണ്ടാവുന്നുണ്ട് ഫ്രം ഒമേഗ 0 ടു ഒമേഗ. സോ ഈ ഒരു ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ആണ് എന്ത് അവിടെ ഉണ്ടാക്കുന്നത്? മാഗ്നറ്റൈസേഷൻ ഉണ്ടാക്കുന്നത്. സോ ദ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ഓഫ് ഇലക്ട്രോണിക് മോഷൻ ആസ് എ റിസൾട്ട് ഓഫ് ദ ആപ്ലിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസസ് എ മാഗ്നറ്റൈസേഷൻ. സോ ഈ ഫീൽഡ് ഇല്ലെങ്കിൽ, ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ ഫീൽഡ്, ഇലക്ട്രോണിക് മോഷൻ സ്ഫെറിക്കലി സിമെട്രിക് ആണ്, അവിടെ ഒരു കറണ്ടോ ഫ്ലെക്സോ ഒന്നും ഉണ്ടാവുന്നില്ല. പക്ഷെ ഫീൽഡ് ഉള്ളപ്പോ the electron motion is no longer spherically symmetric, but
അത് ഇലക്ട്രോണിക് മോഷന്റെ അല്ല, സ്ഫെറിക്കൽ സിമെട്രിക് അല്ല. ബട്ട് അവിടെ ഒരു പ്രിസിഷൻ ഉണ്ടാകുന്നുണ്ട് അല്ലെ, പ്രിസൈസ് അബൌട്ട് ദ ഫീൽഡ് എന്ന് നമുക്ക് പറയാം. അതായത് അതിന്റെ പ്ലെയിൻ, ഓർബിറ്റിന്റെ പ്ലെയിൻ കോൺസ്റ്റന്റ് അല്ല, സ്റ്റേഷനറി അല്ല. സോ അതുപോലെ അവിടെ ഒരു കറണ്ട് ഉണ്ടാവുന്നുണ്ട്. സോ ഇപ്പോ അവിടെ ഒരു ഫ്രീക്വൻസി ഉണ്ടാവുന്നുണ്ട് ഒമേഗയിൽ, അതുമൂലമാണ് അവിടെ ഒരു കറണ്ട് ഉണ്ടാവുന്നത് നമ്മൾ പറഞ്ഞു. സോ നമുക്ക് ഈ കറണ്ട് എന്ന് പറയുമ്പോൾ ചാർജ് ബൈ ടൈം ആണല്ലോ. അല്ലെങ്കിൽ നമുക്കിതിനെ 1 ബൈ ടൈം ഫ്രീക്വൻസി ആണല്ലോ, ചാർജ് ഇൻറ്റു ഫ്രീക്വൻസി എന്നും പറയാം അല്ലെ. സോ കറണ്ട് ഇസ് ഈക്വൽ ടു ചാർജ് മൈനസ് ഇ ഇൻറ്റു ഫ്രീക്വൻസി. നമുക്ക് ആംഗുലർ ഫ്രീക്വൻസിയുടെ കേസിൽ പറഞ്ഞാൽ ωL/2π. ഓക്കെ അല്ലെ. മ്യൂ ഈക്വൽ ടു ωL ഈക്വൽ ടു 2π ന്യൂ ആണ്. അപ്പൊ ന്യൂ ഈക്വൽ ടു ωL/2π. സോ വിച്ച് ഇസ് ഈക്വൽ ടു ഈ ഒമേഗയിൽ നിന്ന് നമുക്ക് വാല്യൂ കൊടുക്കാം -E/2π. നമ്മൾ ഓൾറെഡി ഇപ്പൊ കണ്ടതല്ലേ ഉള്ളൂ. ഒമേഗൽ എന്ന് പറയുമ്പോൾ എന്താ EB/2m ആണ്. അപ്പൊ ഇവിടെ E²B/2m താഴ്ത്തു വരും. അപ്പൊ ഇവിടെ 4m ആവും. ഓക്കെ, -E²B/4πm ആവും. സോ ഇഫ് ദർ ഈസ് Z ഇലക്ട്രോൺസ്, ഒരു ആറ്റത്തിൽ Z ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ അറ്റോമിക് നമ്പർ ആണ്, I ഈക്വൽ ടു എന്ത് വരും, -ZE²B/4πm, -ZE²B/4πm ആകും. സോ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് മ്യൂ ഈക്വൽ ടു -ZE²B/4πm ഇൻറ്റു ഏരിയ, കറണ്ട് ഇൻറ്റു ഏരിയ, IA ആണല്ലേ മാഗ്നറ്റിക് മൊമെന്റ്. ഇവിടെ ഏരിയ പറയുമ്പോൾ നമുക്ക് പൈ റോ ബാർ സ്ക്വയർ എന്ന് പറയാം. കാരണം നമ്മൾ പറഞ്ഞത് പ്രിസിഷൻ ആണ്, അതിന്റെ ഓർബിറ്റ് കോൺസ്റ്റന്റ് അല്ല, സ്ഫെറിക്കലി സിമെട്രിക് അല്ല. ഓർബിറ്റിന്റെ പ്ലെയിൻ തന്നെ മാറുന്നുണ്ട്, അതുകൊണ്ട് തന്നെ റേഡിയസും മാറുന്നുണ്ട്. ഈ റോ എന്ന് പറഞ്ഞാല് ഈ ഓർബിറ്റിന്റെ, നമ്മൾ നേരത്തെ ഇങ്ങനെ റിവോൾവ് ചെയ്യുന്ന കാര്യം പറഞ്ഞത്, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു. പക്ഷെ ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ആയിരിക്കത്തില്ല. ദ ഓർബിറ്റ് ക്യാൻ ബി ലൈക്ക് ഇങ്ങനെ, ഈ ഓർബിറ്റ് ഇങ്ങനെ, ഈ ഓർബിറ്റ് ഒരു പ്രിസിഷൻ ഉണ്ട്. സോ ഇതിന്റെ ഒരു പ്രൊജക്ഷൻ എടുക്കുകയാണെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്ത ഡയറക്ഷനിലുള്ള പ്രൊജക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ മെയിൻ റേഡിയസിന്റെ സ്ക്വയർ ആണ് എന്ത്, ഈ റോ സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദിസ് റോ ബാർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2/3 R സ്ക്വയർ. ഇത് R² എന്ന് പറഞ്ഞാൽ എന്താണ്, R² ആവറേജ് റേഡിയസ് ആണ് കേട്ടോ, ആവറേജ് റേഡിയസ് ആണ്. സോ നമുക്ക് U ക്യാൻ ബി റിട്ടൺ ആസ്, സോ ഇവിടെ പൈയും ക്യാൻസൽ ആയി പോകും. ദെൻ -ZE²B/4m, റോ സ്ക്വയറിന് പകരം നമുക്ക് എന്താ കൊടുക്കാം, 2/3 R², 2/3 R². സോ ഇവിടെ കട്ട് ചെയ്ത് പോയി 2 വരും. സോ വിച്ച് ഈസ് -ZE²B/6m. R ബാർ സ്ക്വയർ ആണ്, R ബാർ സ്ക്വയർ. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, ആക്ച്വലി ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനെയായിരുന്നു ഓർബിറ്റ് ഉണ്ടായിരുന്നത്. then ആ ഓർബിറ്റിന്റെ ഫീൽഡ് അപ്ലൈ ചെയ്തിരുന്നു. ഡ്യൂ ടു ദാറ്റ് ഫീൽഡ് ഓർബിറ്റ് ഇങ്ങനെ പെർപെൻഡിക്കുലർ അല്ല, ഇങ്ങനെ ടിൽറ്റഡ് ആയിട്ട് ഇങ്ങനെ ഒരു ഡയറക്ഷനിലാണ് ഇരിക്കുന്നത്, അല്ലെ ഈ ഓർബിറ്റ് ഒരു പ്രിസിഷനിലാണ് അല്ലെ. അതുകൊണ്ടാണ് അവിടെ R ബാർ സ്ക്വയർ എന്ന മെയിൻ റേഡിയസ് നമ്മൾ എടുക്കേണ്ടി വന്നത്. ഓക്കെ, അപ്പൊ ഇപ്പോ ഇവിടെ n ആറ്റംസ് ഉണ്ടെങ്കിൽ, n നമ്പർ ഓഫ് ആറ്റംസ്, n എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് വോളിയം ആണ്. നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് വോളിയം ഉണ്ടെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റ് ഈസ് n ടൈംസ് മ്യൂ അല്ലെ, μm. ദിസ് ഇസ് μm. അതായത് മാഗ്നറ്റിക് മൊമെന്റ് എന്ന് വെച്ചാൽ ടോട്ടൽ മാഗ്നറ്റിക് മൊമെന്റ്, മാഗ്നറ്റൈസേഷൻ എന്ന് വെച്ചാൽ ടോട്ടൽ മാഗ്നറ്റിക് മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം ആണല്ലോ. സോ we get it as m is equal to -Z n കൂടെ വരും അവിടെ, E²B R ബാർ സ്ക്വയർ ബൈ 6m. സോ നമുക്ക്
എച്ച് മാഗ്നറ്റിക് ഇന്റൻസിറ്റി എച്ച് കൊണ്ടുവരാൻ ബി ഈക്വൽ ടു മ്യൂ സീറോ എച്ച് ആണല്ലോ. സോ എച്ച് ഈക്വൽ ടു ബി ബൈ മ്യൂ സീറോ ആണ്. ഓൾറെഡി ഇവിടെ ബി ഉണ്ട്. സോ നമുക്ക് ഇവിടെ മ്യൂ സീറോ ഇടാം. സോ ഒരു മ്യൂ സീറോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഈ ബി ബൈ എച്ചിന് പകരം നമ്മൾ ഇനി മ്യൂ സീറോ എന്നാണ് ബി ബൈ മ്യൂ സീറോക്ക് പകരം എച്ച് എന്നാണ് കൊടുക്കുന്നത്. സോ ഈ മ്യൂ സീറോ നമുക്ക് ഫ്രണ്ടിൽ ഇടുമ്പോൾ മൈനസ് മ്യൂ സീറോ ഇസഡ് എൻ ഇ സ്ക്വയർ ബി ആർ ബാർ സ്ക്വയർ സോറി ബി ഇല്ല ആർ ബാർ സ്ക്വയർ എച്ച് ബൈ 6. എച്ചിന് എന്തിനാ കൊണ്ടുവന്ന എം ബൈ എച്ച് എന്ന് പറഞ്ഞാല് നമ്മുടെ സസെപ്റ്റബിലിറ്റി ആണ്. സോ എച്ചിന് ഇപ്പുറ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് വരും ഇവിടെ മൈനസ് മ്യൂ സീറോ നെഗറ്റീവ് സസെപ്റ്റബിലിറ്റി വന്നില്ലേ ഇസഡ് എൻ ഇ സ്ക്വയർ ആർ ബാർ സ്ക്വയർ ബൈ 6m. So this is the susceptibility of a diamagnetic material. ഇതാണ് the classical Langevins equation for diamagnetism. So ഇവിടെ diamagnetic susceptibility നമുക്ക് എത്ര കിട്ടിയ m by h is equal to mu 0 z e square n r bar square by 6. So ഇവിടെ this diamagnetic susceptibility is proportional to n, അതായത് number of atoms per unit volume, അതായത് which depends on the size of the atom, അല്ലെ ആറ്റത്തിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. then chi is proportional to r bar square അല്ലെ. സോ ഔട്ടർ ഇലക്ട്രോൺസ് ആണ് കൂടുതൽ ഇതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഒരു നോർമൽ സോളിഡ്സിന് ഫോർ നോർമൽ സോളിഡ്സ് ഈ എന്നിന്റെ വാല്യൂ 5 × 10⁻28 ആണ് ആറ്റംസ് പെർ മീറ്റർ ക്യൂബ്. ഈ ആർ ബാർ ക്യൂബ് അപ്രോക്സിമേറ്റ്ലി നമുക്ക് 10⁻⁻20 എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ബാക്കിയുള്ള വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡയാമാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി കിട്ടുന്ന z ഇൻറ്റു 10⁻⁻7. z എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ ആണ്, അല്ലെങ്കിൽ എത്ര ആറ്റം ഉണ്ടെന്നുള്ളതാണ്. സോറി എത്ര ഇലക്ട്രോൺ, ഒരു ആറ്റത്തിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് എന്നുള്ളതാണ്. സോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇത് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് അല്ല. നമുക്ക് ഈ ഇക്വേഷനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എവിടെയും ടെമ്പറേച്ചറിന്റെ ടൈം വരുന്നില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയാമാഗ്നറ്റിസം പാരാമാഗ്നറ്റിസത്തിന്റെ ഫെറോമാഗ്നറ്റിസം ടെമ്പറേച്ചർ എഫക്ട് ചെയ്യും. പക്ഷെ ഇവിടെ ടെമ്പറേച്ചറിനനുസരിച്ച് ഈ സസെപ്റ്റബിലിറ്റി ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല. സസെപ്റ്റബിലിറ്റിയുടെ റിലേഷനിൽ എവിടെ എന്ത് വരുന്നില്ല, ടെമ്പറേച്ചർ വരുന്നില്ല. ദിസ് ഡയാമാഗ്നറ്റിസം ഈസ് കോമൺ ടു ഓൾ എലമെന്റ്സ്. എല്ലാ എലമെന്റ്സിലും ഒരു ഡയാമാഗ്നറ്റിസം ഉണ്ട്. പാരാമാഗ്നറ്റിസത്തിലും ഫെറോമാഗ്നറ്റിസത്തിലും ഈ ഡയാമാഗ്നറ്റിക് എഫക്ട് വളരെ വീക്കാണ് എന്ന് മാത്രമാണുള്ളത്. അതുകൊണ്ട് ഇതിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ലാംഗവീൻസ് തിയറിയിൽ പഠിക്കാനുള്ളത്. ദിസ് ഈസ് ലാംഗവീൻസ് തിയറി ഓഫ് ഡയാമാഗ്നറ്റിസം.